പ്രതിപക്ഷ നേതാവിനെ വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും ആ രൂപത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ ന്യൂനത അദ്ദേഹം ശ്രീനാരായണ പരിപാലന സംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് അറിയില്ല. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചത്. ഗുരുദേവൻ തന്നെയായിരുന്നു അധ്യക്ഷൻ. ഏതൊരു കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആ നവോത്ഥാന നായകന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ അധ്യക്ഷനായ സമയത്താണ് മഹാകവി കുമാരനാശാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയത്. ആ ജനറൽ സെക്രട്ടറി പദവിയിൽ CV കുഞ്ഞിരാമനെ പോലെ, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പഴയ കേരള ഗവൺമെൻറ് പത്രാധിപരായിട്ടുള്ള C കേശവൻ, ഇവരൊക്കെ തന്നെ അലങ്കരിച്ച പദവിയിലാണ് ശ്രീമാൻ നടേശൻ ഇരിക്കുന്നത്. ആ പദവിയുടെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും സാമുദായികമായ ചിത്രമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമത്വത്തിനും സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊണ്ട ഗുരുദേവൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഇത്തരം സാമുദായികമായ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കായിരുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി വിമർശിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയും CPM എഴുതി കൊടുത്ത തിരക്കഥ ഭംഗിയായിട്ട് അദ്ദേഹം എഴുതി വായിക്കുന്നതെന്നാണ് എനിക്ക് ബോധ്യപ്പെടാനുള്ളത്. കാരണം അവർ രണ്ടു കൂട്ടരെയും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും പ്രീണിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരുപാട് ആരോപണങ്ങളുടെ നീർച്ചുടിയിലാണ് അദ്ദേഹം ഉള്ളത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല SNDPയുടെ ആസ്ഥാന മന്ദിരം പോലും ജപ്തിക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടെന്ന് പറയുമ്പോൾ ആ ജപ്തി നോട്ടീസ് അവിടെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റമൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിലേക്കും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിലേക്കൊക്കെ തന്നെ ഒരു പാലമിട്ടുകൊണ്ട് മാത്രമേ അദ്ദേഹം സാധിക്കാൻ സാധിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ നിസ്സഹാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതിലപ്പുറം ഞാൻ അതിനെക്കുറിച്ചൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. സതീശ് മാത്രമല്ല, ആർക്കാണ് അറിയാത്തത്, അത്രയേറെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം 957 ശേഷം ഇന്ന് വരെ കേരളത്തിലുണ്ടായില്ല. അത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയും തന്നെയാണ്. ജനങ്ങൾ ആകെ ഈ ഭരണം മടുത്തിരിക്കുന്നു. ആ മടുത്തിരിക്കുന്ന ഗവൺമെൻറ് രാജ്യക്കുള്ള രോഷമാണ് ഇവിടെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ആ രൂപത്തിലെടുക്കണം. നിങ്ങൾ പലപ്പോഴും സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകന്മാർ കുറേ കൂടി ജാഗ്രതയോടെ പോകണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണമാണ്. അത് ചാനലുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരാണ് പാർട്ടിയുടെ യഥാർത്ഥ ബന്ധു, ആരാണ് യഥാർത്ഥ ശത്രു എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമേ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അതിനെക്കുറിച്ച് ചതിയെന്നൊന്നും ഞാൻ പദപ്രയോഗം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അവർ നല്ലൊരു പ്രവണതയല്ല. തീർച്ചയായിട്ടും സംശയം എന്താ? തരൂരും കോൺഗ്രസ് അല്ലെങ്കിൽ BJP അനുകൂല പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയ പ്രസ്താവനകളാണല്ലോ നടത്തുന്നത്. അതുകൊണ്ടല്ലേ അത് പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും നമ്മുടെ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് അദ്ദേഹം മാറിയുന്നത്. ഒരിക്കലുമില്ല. ശശി തരൂർ പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് ആ കാര്യം പറയില്ലേ. ശശി തരൂരിനെ പോലുള്ള ആളുകൾ കോൺഗ്രസിന് കരുത്തും ആവേശവും പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഒരു ഫോർമർ ഡിപ്ലോമാറ്റ് മാത്രമായ അദ്ദേഹത്തെ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ വിജയിപ്പിച്ചു. കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് ജയിച്ച ഒരാൾ കോൺഗ്രസിൻ്റെ ആശയം പറയാത്തത് എന്തുകൊണ്ടാണ്? അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞല്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാൻ KC വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ അത് ആവർത്തിച്ച് ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. പുതിയ നല്ല ടീമല്ലേ വന്നിരിക്കുന്നത്. ആ ടീം 24 മണിക്കൂർ ഒരെണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പിന്നെ അവർ കൂടി ഒരു ത്വരകം എന്ന രൂപത്തിൽ അവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് എന്തു പറഞ്ഞാലും ശ്രീമാൻ VD സതീശൻ്റെയും ഈ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താവില്ല. ഞങ്ങൾക്ക് ചരിത്ര വിജയം നേടാൻ സാധിക്കുന്ന പ്രത്യാശയും പ്രതീക്ഷയും തന്നെയാണ് എനിക്കുള്ളത്.